കേസ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു 4 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. നടന്നുണ്ടേ. ഇത് മൊത്തം കാടാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ട്രക്കിംഗ് സ്ഥലത്താണ്. ഒരാൾക്കാർ നടക്കാനൊക്കെ വരുന്നത് തീയും ആൾക്കാർ നടക്കാൻ പിന്നെ തീയൊന്നും ഈ സൈഡ് തീ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തീ കയറാതിരിക്കാൻ വരെയുള്ള ഫയർ ലൈനാണേ. നമ്മൾ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടം കുറച്ചുണ്ട്. അങ്ങോട്ട് വിദൂരത്തിൽ കണ്ടെത്തുന്ന ദൂരം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേരുകൾ ടീമുകളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇന്നത്തെ കൊള്ളാം. ഇനി അങ്ങോട്ടായത് ചേച്ചി താരയിലൂടെ ഉണ്ടാവും ഒരു നടപ്പാത പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഒരു അടിച്ചു നോക്കിയല്ലോ ആന പോയതാണ്. അങ്ങോട്ടാണോ പോയത്? അങ്ങോട്ട് പോയത് തന്നെ. ഇത് ആന പോയതാണ്. നമ്മളങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരാമേ. അപ്പോൾ ശരി എന്നാ. അയ്യോ, അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചറായ കാടായതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇറക്കിയൊന്നും കാണാൻ പറ്റൂലേ. സ്റ്റെബിലിറ്റിയാ കന്നാസിന് അടപ്പിലോ. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് നെടുന്താരി എന്ന് പറഞ്ഞത്. നെടുന്താരി കണ്ട ആ ചാലിലൂടെയാണ് അതായം തെളിഞ്ഞിരിക്കുന്നത്. അതിലൂടെ നല്ല വതുപ്പുണ്ട് കേട്ടാ. ആധാരയും വതുപ്പുണ്ട്. ആനയുണ്ട് കേസ് ഈ വഴിക്ക്. നമ്മളിപ്പോൾ അങ്ങോട്ട് താഴത്താണെന്നാണ് തോന്നുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇതിൻ്റെ വഴിയാണ് നെടുന്താരി വഴി എന്നാണ് പറയുന്നത്. ഞാൻ ഫ്രണ്ട് അങ്ങോട്ട് കാണിച്ചില്ല. ഇത് നമ്മൾ നെടുന്താരി വഴി എന്നാണ് പറയുന്നത്. കാര്യം ഇതിന് നമ്മൾ പേപ്പാറയെന്ന് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് കതിരമുടി വരെയും എവിടെയും വെള്ളമില്ലാത്ത സ്ഥലത്താണ് കേരളം. അതുകൊണ്ടാണ് ഇതിന് നെടുന്താരി എന്ന് കാര്യം വന്നിരിക്കുന്നത്. ഒറ്റ തേരിയും വലിയ ഒരു 2 സൈഡിൽ വലിയ പുറത്ത് വെള്ളം പോകാനാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ നെടുന്താരി എന്ന് പറയുന്നത്. ഇത് കണ്ട ഇതിൻ്റെ ഇടത്തെ സൈഡ് ഈ സൈഡ് പേപ്പാറ സെഷനും ഈ സൈഡ് കോട്ടൂർ സെഷനുമാണേ. അതിൻ്റെ അതിരി വെച്ച ജണ്ട വെച്ച കല്ലാണ്, കല്ല് കൂട്ടാണ് ഇത് ആന എന്തൊക്കെയാണ് തട്ടിത്തെറിപ്പിച്ച് അങ്ങനെയൊക്കെ രീതിക്കൊക്കെ ആക്കിയിരിക്കുന്നത്. നമ്മളങ്ങനെ പകുതി വയൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പകുതി വയൽ റെസ്റ്റെല്ലാം കഴിഞ്ഞ് ഉണ്ട് ഓരോരുത്തർ ഇതെൻ്റെ ചോറ്. ഒന്നൊന്നര ട്രിപ്പ് ഇവിടെ തന്നെ നമ്മളെ പൊളപ്പും ഇന്നത്തെ തന്നെ തന്നെ ഗൈസ്. അങ്ങനെ നമ്മളിതാ മെയിൻ റോഡ് എറുമ്പ്യാടെന്ന കാണി സെറ്റിൽമെൻറ്റിനെയും കോട്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പനമ്മയ്ക്ക് അതാ വരുന്നു ഗൈസ്. നമ്മളങ്ങനെ ഇതാ നെല്ലിമുട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി കതിരോടിലോട്ട് വെള്ളമൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ വെള്ളമെല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ നിന്ന് എന്താ പാറയോടെ നിന്നിട്ട് വെള്ളം കോരുന്നുണ്ടേ. നമ്മുടെ പയ്യന്മാരതാ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് കുപ്പികളെല്ലാം അവർ ഫില്ല് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുപ്പികളെല്ലാം കുലുക്കി ഇവിടെ ചെറിയ ജലസ്രോതസ് ഉണ്ട്. കണ്ടാ ഈ ഒലിച്ചു വരുന്ന അവിടെ നിന്ന് ഒരു വെള്ളം. മറ്റേ വയലെവിടെ ഉണ്ടല്ലേ. പാമ്പ് കറിയാനകത്ത് ഈ തോട്ടി അങ്ങനെ നോക്കി കണ്ട് ചവിട്ടണം. മൊത്തം മറ്റേ ഈ വരടനും ഈ മറ്റേ പിടുത്ത പാമ്പും ഇഷ്ടം പോലെ ഇരിച്ചു ഇതിനകത്ത് ആറ്റുകുളിപ്പക്ക്. വരടൻ എന്ന് പറഞ്ഞൊരു തരം പാമ്പ് നമ്മുടെ പിടത്തിനെ പോലെ തന്നെ ഇരിച്ചു. അത് 2 ഗൈസ് നമ്മളങ്ങനെ പകുതി വഴിയിൽ വന്നു. അപ്പോൾ ഇനിയും ബാക്കി ആൾക്കാർ വരാനുണ്ട്.
അതുകൊണ്ട് നമ്മൾ കതിരമുടിയിലോട്ട് കയറുന്ന അവിടെ മുക്കാൽ ഭാഗം കയറിയിട്ട് നമ്മൾ മുക്കാലല്ല കുറച്ച് കയറിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒന്ന് വരണം, നമ്മളിങ്ങനെ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. എനിക്കൊരു 20 മിനിറ്റിനകത്തുള്ള ഇത് ഒതുക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് ആയിട്ട് എടുക്കാത്തത്. എല്ലാ ഷോട്ടും കുറച്ച് എടുത്ത് കാണിച്ചു തരാമേ. ഓ ഗൈസ്, നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ ഊരാണ് ഗൈസ്. നമ്മൾ കണ്ട ഇത് പാത്രം, ഇത് മലക്കറി, അരിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത് 2 പുതപ്പ്, ഈ ബാഗ് വലിയ ഇത് നിറച്ച് പുതപ്പ് മാത്രമല്ല. നമ്മുടെ കൂടെ നമ്മൾ മൊത്തം കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പിള്ളേരിനെയും വലിയവരെല്ലാം പിന്നെ പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും പേര് നമ്മളിവിടെ നിൽക്കുകയാണേ. പിന്നെ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ കണ്ട തടി വെച്ചിട്ട് കോല വെച്ചിട്ടൊക്കെയാണ് എടുത്തുകൊണ്ട് വന്നത്. ഇനി ഇതിനെല്ലാം ഒന്ന് ഇവിടെ നടത്തി നമുക്ക് ചെറുന്ന് കയറണം. വയ്യ ഗൈസ്, ക്ഷീണിച്ച് എന്ത് പറയണം എന്നുള്ള ആ ഒരു ഇതുവരെ വിട്ടുപോയി ഗൈസ്. തിരൂര് രാത്രി 12 മണിക്ക് ശിവരാത്രി നാച്ചുകാരി മോട്ടം അടിയിലായിട്ട് പില്ലിങ്ങാടൊക്കെ ഇറക്കാം. അത് 2025 അത് വൈബായിരുന്നു. പോയാൽ ഇഷ്ടപ്പെട്ട ട്രിപ്പായിരുന്നു. രാത്രി 12 മണിക്ക് ഒരു ലൈറ്റ്. നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മേലോട്ട് ഒറ്റ കയറ്റമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കൂട്ടക്കാരെല്ലാം ഈ കല്ലിൻ്റെ മണ്ടയിലുണ്ടേ. ഇവിടെ നിന്ന് നമ്മൾ കറങ്ങിയാണ് പോകുന്നത്. നമ്മുടെ കൂട്ടക്കാരെല്ലാം കണ്ട് ഇവിടെ നിന്ന് കറങ്ങി കയറി. ഇവിടെ നിന്ന് കറങ്ങി ഇത്ര ഉണ്ട്. ഇവിടെ നിന്ന് കറങ്ങി വേണ്ട അവിടെ ഉണ്ട്. അച്ഛനോട് അലക്കുന്നു കേസ്. അയ്യോ എനിക്ക് മോൻ കാട്ടോ, പീസ് കാട്ട്. ഷോക്കണിങ്ക പപ്പ മാറ്റി സത്യമായ കാര്യം. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് വേറൊരു വ്യൂ പോയിന്റ്. നീയൊക്കെ പോകണമെന്നില്ലേ? എന്താ തന്നെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടെ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കണ്ട് ഞാൻ വന്നിട്ട് ചന്ദ്രി അതായിരുന്നു ബോഡി ഷേമിങ് കണ്ട. നമ്മൾ അവിടെ നിന്ന് പറയുന്നത് ഇവിടെ വന്നേ. ഓ യെസ്, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരും വന്നേ. അയ്യോ, നമ്മളങ്ങനെ നമ്മൾ വന്ന വഴിക്ക് താഴെയൊന്നും പിന്നെ വഴി മാത്രമേ ഉള്ളൂ കേസ്. നേരത്തെ കാണിച്ചാൽ വഴി മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ടാണ് കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അയ്യോ നമ്മുടെ പയ്യൻ കാണാൻ അടയ്ക്കും തന്നെ. അങ്ങനെ ഇങ്ങനെ പൊയ്യത്. ഓ നമ്മളെ ഇവിടുത്തുള്ള പിള്ളേരൊക്കെ കയറി പോയിട്ടുണ്ട് കേസ്. ഇവിടെയൊക്കെ വൈവാണേ.
ഇവിടെയൊക്കെ കിട്ടലാണ്, അടിപൊളിയാണ്. അവിടെ പോയി കുറേ ദൂരം കാണാം. പിന്നെ എൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഏതാണ്ട് ഇതുപോലെ 2 ലോഡായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയി കാണിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമ്മൾ അവസ്ഥയായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ. അപ്പനും അമ്മയും മാർക്കറ്റായി പോയി. അവരവിടെ പോകുന്നുണ്ടോ? അവിടെ നിന്നാണ് പാറക്കെട്ട് തുടങ്ങുന്നത്. അങ്ങനെ ടാറ്റ കൊക്ക കേസ് കൊക്ക. കേസ് നമ്മളങ്ങനെ കമ്പ്യൂട്ടർ വാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ്. കണ്ടോ കയറൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. പറ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ മേലെ കയറി പോയി. അവർ ഇവിടെ കൊടുത്താൻ പോയത്. കല്ലുകളുണ്ട്. അയ്യോ കയപ്പ് കേസ്. കയപ്പ് ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കേസ്. അങ്ങോട്ടൊക്കെ നോക്കണം കേസ്, ഒരു രക്ഷയില്ല. കിട്ടില്ലോ മേറെ മമ്മി അല്ല കേസ്. അമ്മയപ്പനെ ആ പാറയിൽ കയറാൻ പറഞ്ഞ് കാണുന്ന കഷ്ടപ്പെടുന്ന പ്രയാണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അത് നമ്മളങ്ങനെ അനുഭവിക്കാൻ പോവുകയാണ്. സ്വന്തം അവിടെ വയ്ക്കണമല്ല, കവർ കെട്ടാൻ കരുതി. കവർ എടുത്തില്ലെന്നോ ചേട്ടാ? നേരെ ചെയ്തേ വീഡിയോ എടുക്കായി. കൈ ഫ്രീ ഉള്ളൊരു ക്യാമറ പോലും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ. ഇനി എന്തൊക്കെയെല്ലാം കാണാൻ കിടക്കുന്നു. അതെ അതെ കേസ്. നമ്മുടെ ഇക്കു വൈപടി തുടങ്ങിയിട്ടുണ്ട്. നാളെ താഴെന്ന് കാണാൻ കാട്ടും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടേ. കുറച്ച് ഈ പച്ച മരത്തിനാ കുറച്ച് കളർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ എറിക്കും. ഇതിനെക്കാട്ടും ഭയങ്കര ചെറുതായിട്ട് ഒത്തിരി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കമ്പി ഇട്ട പാറ എത്തിയിട്ടുണ്ട്. കമ്പിയുടെ 2 സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് കമ്പി. അപ്പോൾ ഇവിടെയാണ് ആദ്യം ഇത് കാണിച്ചു തരാം. എന്താ ഇതാണ് ആദ്യത്തെ കമ്പി ഇട്ട പാറ. ഇതിൻ്റെ മേലെ ഒരു പാറ ഉണ്ട്. അവിടെയും നേരത്തെ കമ്പി ഉണ്ടെന്ന്, ഇപ്പം ഇതിന് കമ്പി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അല്ല അവരൊന്നും കൂടി ഇന്നുണ്ടാക്കൂ. ഇവിടെ നിന്ന് നമ്മളെ കമ്പി മീതി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കണ്ട ഇത്രയും വലിയ കൊക്കയാണ്. ഈ ഇത് കൊക്കയാണ്. അവിടെ നിന്ന് താഴെ വിചാരിച്ചാൽ ഇവിടെ കമ്പിയൊക്കെ ഇട്ടതേ. ഇത് താഴെ തന്നെ പറഞ്ഞു പോകാമല്ലേ. ഈ സാധനത്തെ നമ്മുടെ നാട്ടിലെ ക്ലിയറൊക്കെ എന്ന് പറയുമേ. ഇതിൽ കറയുണ്ട്. കറയില്ല അതിലിപ്പോൾ ഇതിൽ. പക്ഷേ ഈ സാധനം കാണാൻ സൂപ്പറാണ്. ഓ എനിക്കും അടിപൊളിയാണ്. ഇതൊന്നും പറയത്തില്ല, അവൻ ചാവും. ഇതിൻ്റെ പൂവ് അടിപൊളിയാണ്. ഈ വിരിഞ്ഞ പൂവിലടെ കേസ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവ്. സൂപ്പറാണ് ഇതിൻ്റെ പൂവ്. എവിടാ ഇതാണ് ഫോക്കസ് ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ പൂവേ. എവിടാ പൂവ്? ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് വിരിഞ്ഞ അടിപൊളിയാണ് ഗോയ്സ്. ഒരു രക്ഷ. നമ്മുടെ ചെമ്പകത്തിൻ്റെ പൂവാളുടെ പൂവാണ്. സൂപ്പറാണ്. കിടിലൊന്നല്ല കിടിലോക്കെയാണ്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണുന്ന കാഴ്ച ക്യാമറ കണ്ടാൽ കൊള്ളൂല, പക്ഷെ നേരിട്ട് കാണണം ആ കാഴ്ച. ഇത് കണ്ട കേസ്. ഇത് ഇതാ ഇങ്ങനെ ആയിട്ട് ഇത് വിരി. ഇപ്പം എൻ്റെ കത്തിയതുള്ളത് വെട്ടി കാണിച്ചു തരുന്നല്ലേ 2 എണ്ണം.
ഇത് നമുക്ക് ഇത് കൊട്ടിപ്പറ്റിയാൽ പിന്നെ അല്ല വേണ്ട പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു കൊടുക്കാം. ഇതാണ് കാണിച്ചു തരാമേ. അതിൻ്റെ അകത്തെ സാധനം കാണിച്ചു തരാം. നമുക്ക് അകത്തുള്ള സാധനം കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കണ്ടാ ഗൈസ്, ഇതുണ്ട് ഇതിൽ ഫോക്കസ്. ഇതിൽ പുറത്തുള്ള ഈ ബ്രൗൺ കളറിലുള്ള ഈ സാധനമായിട്ട് ബാക്കി ഇതിനകത്തിരുന്ന് മൊത്തം ഇത് മൊത്തം പഞ്ഞിയാണേ. ഈ കാ പയക്കുമ്പോൾ ഇത് മൊത്തം പഞ്ഞിയായിട്ട് കണ്ടോ. ഇവിടെ ഫോക്കസ് ആവാത്തതിൽ ഏറ്റവും വലിയ കുഴപ്പം ഫ്ലാഷ് ലൈറ്റ് കിടക്കണേ. ചുമ്മയല്ല ഫോക്കസ് ആവാത്തത്. എന്താ ഇങ്ങനെ പൈത്ത് കഴിഞ്ഞാൽ ഈ കാ മുളിയും വിറ്റും മുളിയും പോയി ഈ സാധനം എല്ലാം പഞ്ഞിയായിട്ട് ഇതിങ്ങനെ പറന്നു പോകും. അങ്ങനെ നല്ല വിത്ത് വിതരണം നടക്കണേ. പണ്ടെന്താ പഠിച്ചതൊക്കെ മൊത്തം മറന്ന്. അത് തന്നെ, സ്വന്തമായിട്ട് വിത്ത് വിതരണം നടക്കണേ ഇങ്ങനെയാണേ. അങ്ങനെ നമ്മൾ അവിടെയും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എറുമ്പിയാടാ 3 നോക്കാനാ. എറുമ്പിയാട 10 ഓടാക്കിയാണ്. എന്താ എവിടാ? ഓ എൻ്റെ പൊന്നെ പൂച്ചോടി കേസ്. കേസ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതൊക്കെ എന്താ പറയുക, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളാണ് കേസ്. കോരഞ്ചില ചാന്തി. ഇതാണ് കേസ് രണ്ടാമത്തെ കമ്പിയിട്ട പാറ. ഇതൊക്കെ കമ്പിയിടണ്ട. നമ്മളങ്ങനെ കയറി ഓ അയ്യോ ഗൈസ്, ഇതാണ് രണ്ടാമത്തെ കമ്പ്യൂട്ടർ. രണ്ടാമത്തെ പാറ രണ്ടാമത്തെ കമ്പ്യൂട്ടർ പാറ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വൈബ് സ്പോട്ടുണ്ടേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോയി. ഇനിയിപ്പോൾ കാറ്റൊന്നുമില്ല. ഇനി അടുത്ത് നിന്ന് ഇറങ്ങുന്നൊരു മുളങ്കാട്ടിൽ. ഇവിടെ ചെറിയൊരു കാറ്റം കൂടിയുള്ളൂ. ഇനി ഇങ്ങനെ നമ്മൾ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് ഗൈസ്. നല്ല പേല കാണാൻ പറ്റുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മളിതാ അടുത്ത സ്പോട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വന്നിട്ട് കാണിച്ചു തരാം. ഇതൊന്നും ആയില്ല, ഇനിയും പോണം. കർപ്പൂരഗന്ധം നിറഞ്ഞ് കളാരമലയണിഞ്ഞ്. അയ്യേ, അകത്തോടൊന്നും കാണാൻ ഒരു ഗുമ്മുമില്ല. അതാ നമ്മുടെ ടീമുകളൊക്കെ അതാ വരുന്നു ഗൈസ്. ഗൈസ്, കാറ്റെന്ന് പറഞ്ഞ രക്ഷയില്ല, അടിപൊളിയാണേ. നമ്മളങ്ങനെ കതിലൂടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അകത്തോടൊന്നും കാണാൻ പറ്റും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന മലയുടെ പാറ ഒരു അവസാനത്തെ തിട്ടപ്പുറത്ത് എത്തിയിട്ടുണ്ടേ. ഈ നമ്മളിപ്പോൾ ആ കല്ലുന്ന കതിരിവിടെ കല്ല്. അതിൻ്റെ വേണ്ടി തന്നെ നാളെ നമ്മൾ കയറുന്നത്.
ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കതിരമുടി. ഒരു കല്ല് തുള. യെസ്, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കതിരമുടി. ആ പൊന്നെ ഇതൊന്നും ഞാൻ കാലിന് പിടിച്ച് അങ്ങനെ വെക്കരുത്. നോക്കിയാൽ മതി. ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ അളിയ ഞാൻ ഒരു കതിരമുടിയുടെ ഒരു തെല്ലാറ്റും പറഞ്ഞു. ഇതാണ് കതിരമുടി. അതാണ് കതിരമുടി കല്ലെന്ന് പറഞ്ഞാൽ. പക്ഷെ കാണാൻ പറ്റൂല, നമുക്ക് ആൾക്കൊന്നും പോകാൻ പാടില്ല. നമ്മൾ വച്ച് ആചരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നതാണ്, ഈ ഇരിക്കുന്ന കല്ലാണ് കതിരമുടി കല്ല്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കതിർമുടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കാണിക്കാരുടെ രീതിക്ക് ചാറ്റുപാട്ട് പാടി വരുമ്പോൾ എറുമ്പിത്തൊട്ട് 8000 കോടി 33 കോടി ദേവകൾക്കും കൂട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ തേരൊരുക്കുന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ചാറ്റുപാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം വരുന്ന സ്ഥലം എന്നാണ് ഇവിടുന്ന് ഞാൻ എൻ്റെ പുള്ളിക്കാരന്മാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അധികം നിങ്ങളൊരു ചെറുതായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണ്, സ്കിപ്പ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ട്രിപ്പ് എന്നാ പാറയിൽ കൂടി 3 നിയലുകൾ വന്നടാ. പാറയിൽ കൂടി 3 നിയലുകൾ വന്നെന്ന്. ഇനി അടുത്ത അക്കരെ ഒരു പാറ കിട്ടാനല്ലോ, അതിൻ്റെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഇതാ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ലേ തെറ്റേ അയ്യേ, ഇത് ഉണങ്ങിപ്പോയി. ഉണങ്ങാത്താണ് ഞാൻ പോയി പറന്നു പോയാൽ. രാരോ രാരോ രാരിരോ. നമ്മളങ്ങനെ കെട്ടും ചമ്മടെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടേ. ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ വന്നപ്പോൾ വെള്ളമില്ല. അങ്ങനെ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ കുളം ഉണ്ടാക്കാൻ പോവേണേ. പാത്രം ഉണ്ടെങ്കിലേ ഇവിടെ ഒന്ന് ഓസ് വെച്ച് അവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റൂലേ? ഇങ്ങനെ ഇത് വെച്ച് കിട്ടേ മറ്റേ ഇതിൽ ഇതുകൂടി ഇങ്ങനെ കയറ്റി വെച്ചാൽ അങ്ങനെ കയറ്റി അത് എന്നാൽ എത്താം ലങ്കെത്താം. അങ്ങനെ വെച്ച് വെള്ളം വരണമെങ്കിൽ കാലത്ത് അത് ഇവിടെ വരെ എത്തും. ഈ കറുത്ത പിന്നെ അത് ദൂരെ എത്തും. കറുത്ത ഇവിടെ നിന്ന് ചന്ദ്രമാസം ഇവിടെ ഇവിടെ അടച്ചാൽ മതി. ഇവിടെ ചെളി വെച്ച് അടച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ഇവിടെ നിന്ന് വെള്ളം എടുത്താൽ മതി. നോക്കട്ടെ, ഇത്രയും എത്തുമല്ലോ. അവിടെ അവിടത്തെ വെച്ച് നോക്ക്, അവിടത്തെ വെച്ച് നോക്ക്. അല്ല നീ അത് അവിടെ കുട്ടി ഞാൻ ആവാസം അങ്ങോട്ട് ചേർന്ന് ചന്ദ്രൻ പറഞ്ഞതുപോലെ ഇവിടെ അടച്ചും കൊണ്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടുന്നത്. അവിടെ നിർത്താം അങ്ങനെ നമ്മൾ എറിഞ്ഞ് ചാറ്റ. അവിടെ എന്നാ മുണ്ടും കൂടെ ഉണ്ടോ? 2 മുണ്ടും കൂടെ അതെടുക്കാം. ഓ ചോക്കടിഞ്ച പപ്പ. നമ്മളങ്ങനെ ഇവിടെ വെള്ളത്തിന് ക്ഷാമമായത് നമ്മൾ കുളം ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണേ. വെള്ളം വന്നല്ലേ കിട്ടിയിരുന്നെങ്കിൽ വെള്ളം തന്നെ. ആര് വന്നോ?
എല്ലാരും കൂടെ നിൽക്കല്ലേ അപ്പൊ അതൊരു ഇക്കു അതാ കിടന്നുറങ്ങുന്ന സുഹൃത്തുക്കളെ. ഈ ചിരിടായിക്കു മറ്റേ ജോക്കർ ചിരിച്ചാണ് അത് ചിരിച്ചാണ്ടായിക്കു. ആ കെട്ടൻ ചാടൊക്കെ ഇവിടെ തൂക്കി നിർത്തിയിരിക്കുകയാണ്. താഴെ അവിടെ ഒരു വെട്ടമുണ്ടേ. ഞാനിപ്പോൾ പോവും. അവിടെ അവിടെ ഉണ്ട്. അവിടെയാണ് അവിടെ പിള്ളേരൊക്കെ അവിടെയാണ് ഇടാറുണ്ട്. നമ്മളങ്ങനെ ഞാൻ മറ്റേ ഇവിടെ ഈ സാധനമൊക്കെ വെച്ച് ബൈവാടേ. നമ്മളങ്ങനെ പായസം രാവിലെ പായസമൊക്കെ ഉണ്ടേ. പായസം അതിനകത്ത് വെള്ളം കൊണ്ടുപോയാണ്. ഇവിടെ അങ്ങോട്ടൊന്ന് കറങ്ങി കാണിച്ചു കൊടുത്താണ്. വീട്ടിലില്ലാത്ത കോയില് പായസം ഇടാൻ വേണ്ടി പോകാണ്. പായസം അങ്ങോട്ടും കൂട്ടാ ഭയങ്കര വെട്ടം. ഏറ്റവും കുറച്ച് ഗൈസ് നമ്മളങ്ങനെ കണ്ട സൂര്യോദയമാണേ. സൂര്യൻ ഉദിച്ചു വരുന്ന അതിമനോഹരമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ കിടന്ന് അറമാദിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് അപ്പനും അപ്പൻ്റെ സംഘങ്ങളും കൂടി അവിടെ പായസത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാമനൊക്കെ അവിടെ നിന്ന് കയ്യൊക്കെ വീശി കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ പായസം അരിയൊക്കെ ഇട്ട് ഈ കാണുന്നത് കള്ളിക്കാട് ഡാമിൻ്റെ റിസർവോയറാണേ. നമ്മളിവിടെ തേയില ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തേയില രാവിലെ സൂര്യ ഉദിച്ച് വരെ കയറി ഗൈസ്. അടിപൊളി. എന്നെ കൂടി കിട്ടണം. പായസമെല്ലാം ഇട്ട് കൊടുതിയല്ല നമ്മുടെ കൊടുതിയും പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുണ്ടോ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് പായസമൊക്കെ കോരിക്കൊണ്ട് തിന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പപ്പടിക്കാണ്. നമ്മൾ 4-5 പേർക്ക് കുറച്ച് മതി. നമ്മൾ കണ്ട ഇനി നമ്മളെ ടീമിൽ ഇനി ആള് വരാനുണ്ട്. നമ്മൾ ഇത്രയും പേടിച്ച് തന്നിട്ട് നിങ്ങൾ ബാബു സ്വാമിനെ കണ്ടിട്ടുണ്ടാക്കി ഇങ്ങോട്ട് നോക്കണം. ഫോക്കസിനാണ് ചെറിയൊരു കംപ്ലൈന്റ്. ഞാനും ചെറിയ സ്വാമിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കിട്ടുന്നുണ്ട്. ചെറിയ കാണാൻ പറ്റുമോ? ഗൈസ് ഈ അവസ്ഥയൊന്ന് നോക്കണമേ. ഞാൻ നല്ല കിടിലായിട്ട് സംസാരിച്ച് വ്ളോഗെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം എല്ലാ ഇതും കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് സംസാരമില്ല ഗൈസ്. സംഭവം വേറൊന്നുമല്ല. ഞാൻ ഇവിടെ എന്താണെന്ന് പറഞ്ഞുതരാം. കതിരമുടി പെട്ടുകല്ല് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് നമ്മൾ
ശാസ്താക്ഷേത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ കാണിക്കാരുടെ ആചാര രീതിക്ക് കൊടുതിയും പൊങ്കാലയും കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായാലും ഈ പെണ്ണുങ്ങളും ആണുങ്ങളും കയറി കിടന്ന് നശിപ്പിച്ചെന്ന്. പിന്നെ അവിടെ ഒരു നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് പറഞ്ഞാൽ വറ്റാത്ത കുളമായിരുന്നു. ആ കുളവും ഇപ്പോൾ ഈ വെള്ളവും അതിലും ആ കുളത്തിൽ വെള്ളമില്ല. ഇപ്പോൾ കുടിക്കാൻ പോലും നേരെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ പറ്റിയാണ് ഞാനിവിടെ നിന്ന് കോരകോരം വായിച്ചത്. പക്ഷേ ഞാനിവിടെ വീഡിയോ സേവാക്കി നോക്കിയപ്പോൾ സംഭവം എന്താണെന്ന് പറയാം, സൗണ്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു സുഹൃത്തുക്കളെ. ഞാൻ ടൂറിസത്തിനൊന്നും എതിരല്ല, പക്ഷേ നമ്മൾ ആചരിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ അഗസ്ത്യാർകൂടം, ശബരിമല, പിന്നെ എന്താ പറയുക, ഇതുപോലെ കതിർമുടി, പെട്ടുകല്ല്, ഇതുപോലെ നമ്മൾ കാണിക്കാർ അതായത് വ്രതശുദ്ധിയോടുകൂടി മാത്രം പോയിക്കൊണ്ടിരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ മുഴുവൻ ഇപ്പോൾ നമ്മൾ കൈ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ റെക്കോർഡ് കിട്ടാത്തതിൽ ഞാൻ ദുഃഖിതനാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശരി എന്നാൽ.